എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആകുന്ന സമയത്ത് നമ്മൾ കടകളിൽ നിന്ന് പ്ലം കേക്ക് മേടിച്ച് കഴിക്കാറുണ്ട്. എന്നാൽ ചില ആൾക്കാർക്കൊക്കെ വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്കാണെങ്കിൽ ഓവൻ കാണത്തില്ല, ബീറ്റർ കാണത്തില്ല. അതുകൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും വളരെ ടേസ്റ്റോടുകൂടി കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് നല്ലതായിട്ട് കഴുകി അതിലെ വെള്ളമെല്ലാം ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കളഞ്ഞതാണ്. ഇവിടെ ഞാൻ പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര വരെ ഗ്രേറ്റ് ചെയ്യാവും. എൻ്റെ ഈ വൈറ്റ് പോർഷൻ ഗ്രേറ്റ് ചെയ്യില്ല കേട്ടോ, അതിന് കയ്പ്പ് ഫീൽ ചെയ്യും. ഓറഞ്ചിൻ്റെ തൊലിയും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഓറഞ്ചിനെ പൊളിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ഓറഞ്ചിൻ്റെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടങ്ങ് ഞെരടി എടുക്കാം. ഇവിടെ ഞാൻ മെഷർമെൻറ്റിന് വേണ്ടി ഇതുപോലത്തെ ഒരു കപ്പാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ട്, അതെടുക്കാം. അതല്ല എങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് എടുക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടം. പിന്നെ നമ്മൾ എന്തൊരു അളവ് എടുക്കുന്നതും ആ ഒരു കപ്പിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു കപ്പാണ്. ആ ഒരു കപ്പിൽ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണിത് കേട്ടോ. ഓറഞ്ച് ജ്യൂസിനെ ഇതുപോലെ ഒരു ബൗളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഇവിടെ നല്ലതായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഉണക്ക കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഈ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡാർക്ക് കളർ കിസ്മിസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് മൊത്തം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് ഇത്രയും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ കറുത്ത മുന്തിരിയും അതുപോലെ നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടിയും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണേ. ഈ മുന്തിരിങ്ങ നല്ലതായിട്ട് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തുകൊണ്ട് വരാം. കഴുകിയെടുത്ത ഉണക്കമുന്തിരിങ്ങ ഈ ഓറഞ്ച് ജ്യൂസിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് എടുക്കില്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ഡേറ്റ്സ് എടുക്കണേ. ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് വരാം. ഡേറ്റ്സ് ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലോട്ട് ബദാമോ കാഷ്നട്ടോ ഒന്നും ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ, അതൊക്കെ നമ്മൾ പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇതിനെ അടപ്പത്ത് വെക്കാനായിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഇതിനെ ഇപ്പോൾ അടപ്പത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലതായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരണം. എന്നിട്ട് ഈ ജ്യൂസൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ ഇത് ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിനി പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാം. ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പ് നമുക്ക് നല്ലതായിട്ട് പൊടിച്ച് വെക്കാം. ഗ്രാമ്പ് ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഗ്രാമ്പ് ഒത്തിരി പൗഡർ പോലെയല്ല പൊടിച്ചെടുത്തിരിക്കുന്നത്, ചെറിയ തരിതരിയായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഓറഞ്ച് ജ്യൂസിൻ്റെ അകത്ത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തില്ലേ, നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നല്ലതായിട്ട് വെന്ത് ജ്യൂസൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ അവിടെ ഇരുന്ന് വേവട്ട് കേട്ടോ. തീ അങ്ങ് മീഡിയത്തിലിട്ട് കൊടുക്കാമേ. ക്യാരമൽ ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതായിട്ട് ചൂടായി വരട്ട്. തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. ഇട്ട് സൈഡ് ഭാഗമൊക്കെ കളർ മാറി വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ സൈഡ് ഭാഗമൊക്കെ കളർ മാറി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഡാർക്ക് കളറായി വരണം. പക്ഷെ ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് കേക്കിന് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. പിന്നെ കേക്ക് അത്രയും ടേസ്റ്റ് വരത്തില്ല.
അപ്പോൾ ഞാൻ തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കളറാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് തീ ഫുള്ളാൻ കുറച്ച് വെക്കണം. പഞ്ചസാര ക്യാരമലാക്കി നമ്മൾ കേക്കിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടത്തില്ലേ, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ നല്ല പതയായി തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ടൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. മാറി ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, കുറേശ്ശെയായിട്ട്. ഇത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അങ്ങ് നമുക്ക് ഓഫ് ചെയ്യാമേ. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നല്ലതായിട്ട് തണുത്ത് വരണം. ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വരാറായിട്ടുണ്ട്. തീ കൂട്ടിയിട്ട് തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. കാരണം നമ്മളിത് സോക്ക് ചെയ്യാനൊന്നും വെച്ചില്ലല്ലോ ഓറഞ്ച് ജ്യൂസിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ സമയത്ത് നമ്മൾ ഗ്രാമ്പ് പൊടിച്ചതിട്ട് കൊടുത്തത്. ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ജ്യൂസെല്ലാം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ ഈ ഒരു പരുവ്. ഇത് മതി, നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ കേക്കിലോട്ട് ഇട്ട് കൊടുക്കുന്ന എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. ഒന്നും തണുത്തതോ കൂടിയ ചൂടോ ആവാൻ പാടില്ല. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഉണങ്ങിയതായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ മിക്സിയൊക്കെ എടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള മിക്സി തന്നെ ആയിരിക്കണേ. ഗ്രാമ്പ് പൊടിച്ച് മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, വലിയ ജാർ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ട വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയിട്ടുള്ള മുട്ടയാട്ടോ. മുട്ട നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. മുട്ട ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടെ നമുക്കിതിനെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. മുട്ടയിൽ വാനില എസൻസ് ഇട്ട് അടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ ഒരു വല്ലാത്തൊരു കുത്തൽ ടേസ്റ്റും കുത്തലിൻ്റെ സ്മെല്ലും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അങ്ങിട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഹൈ സ്പീഡിൽ 1 മിനിറ്റ് അടിച്ചെടുത്തുകൊണ്ട് വരാം. മുട്ടയിൽ പഞ്ചസാര ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ബട്ടർ ഉരുക്കിയിട്ട് അത് 1/2 കപ്പ് ചൂട് പോയിട്ട് മാത്രം അത് ഒഴിച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് ഹൈ സ്പീഡിൽ 1 മിനിറ്റ് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഓയിലും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് ഈ മുട്ടയൊക്കെ കിട്ടാനായിട്ട്. ഇവിടെ ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ എന്ന് പറഞ്ഞാൽ അമുക്കി ഇട്ടല്ല കൊടുത്തിരിക്കുന്നത്, ചുമ്മാ അത് ഇട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ്. ഇതിനെ നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടി അങ്ങ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി പൊടി നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ വേറെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമയം കാണില്ല കേട്ടോ. നമ്മൾ ഈ മുട്ടയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ബൗളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പിച്ചിരിക്കുന്ന ക്യാരമൽ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഗ്രാമ്പ് പൊടിച്ചത് 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരുന്നല്ലോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വിളയിച്ചെടുത്തപ്പോൾ. ഇത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടി നമുക്കിനി മിക്സ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് അടപ്പത്തോട്ട് വെച്ചിട്ട് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇവിടെ ഞാൻ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്.
ഫുൾ ഫ്ലെയിമിലാണ് സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിതിലോട്ട് പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ചരുവാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ചരുവും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി കാര്യങ്ങൾ എണ്ണമയമുള്ള പാത്രം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുക വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കിതിനെ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഇത് ചൂടായി വരട്ടെ. നിങ്ങൾക്ക് ചരുവത്തിന് പകരം നിങ്ങൾക്ക് കുക്കർ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം, ഏത് പാത്രം വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിവിടുന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സ്റ്റെപ്പുകളൊക്കെ ചെയ്യാം. ബേക്കിംഗ് ട്രേ നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാൻ ഇതുപോലെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീലിൻ്റെ പാത്രം എടുത്താൽ മതി. അതല്ലെങ്കിൽ കുക്കീസിൻ്റെ ടിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഒരു ബട്ടർ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കങ്ങ് ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ടും ഇതുപോലെ എണ്ണ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ തേച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടി എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലോട്ടും പൊടി അങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. പൊടി ഓവറായിട്ടിരിക്കില്ല, ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കും. ഇതിൻ്റെ സൈഡിലോട്ടെല്ലാം എണ്ണ തേച്ച് കൊടുക്കാം. അങ്ങനെ കേക്ക് ട്രേ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ചീകി എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഞാൻ ചീകി എടുത്തത് 1.5 ടീസ്പൂണാണ് ഉണ്ടായിരുന്നത്. അതോടെ ചേർത്ത് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഒത്തിരി അങ്ങ് ഇതിനെ ഇളക്കി അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡിലോട്ട് മാത്രമേ ഇതിനെ മിക്സ് ചെയ്തെടുക്കാവൂ കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ മൈദ ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ താന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മൈദ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് താഴെ പോയി കിടക്കും. ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്കിതിനെ കൂടെ ചേർത്തങ്ങ് മിക്സ് ചെയ്യാം. മാവ് ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വേണം കിട്ടാനായിട്ട്. ഒത്തിരി അങ്ങ് ലൂസ് പോലെ ആയി പോകരുത്. പോയി കഴിഞ്ഞാൽ കേക്ക് ശരിയാകത്തില്ല കേട്ടോ. നമുക്കിത് കേക്ക് ട്രേയിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. കേക്ക് ട്രേയിലോട്ട് മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ട്, പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ഭംഗിക്ക് വേണ്ടി കുറച്ച് കാഷ്നട്ട് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് കറുത്തമുന്തിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയോടെ ഇതിൻ്റെ മുകളിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റാം. കേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെക്കാം. ഒരു വെയിറ്റും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇടിക്കല്ലോട് വെച്ച് കൊടുക്കുന്നുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇതൊരു 40 തൊട്ട് 50 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ച് ബേക്ക് ചെയ്യണം, അതിലങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഒരു 50 മിനിറ്റ് വരെ ഇവിടെ ഇരിക്കട്ടെ. എടുത്ത് കഴിയുമ്പോൾ ഞാൻ എത്ര ടൈം വെച്ചെന്ന് കറക്റ്റ് പറയാമേ. തീ ഫുള്ള് കുറച്ച് വെക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം, ഇതിലൊട്ടും ആയിട്ടില്ല. ഞാൻ 1.25 മണിക്കൂർ ഇത് വെച്ചിരുന്നു കേട്ടോ ബേക്ക് ആവാനായിട്ട്. നമുക്കിതിനെ തണുക്കാനായിട്ട് പുറത്തെടുത്ത് വെക്കാം. കേക്ക് തണുക്കാനായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കില്ല കേട്ടോ. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പൊങ്ങി വരുന്ന കേക്ക് അങ്ങ് താന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പം മേൾഭാഗം ഒന്ന് പൊങ്ങിയിട്ട് താന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി താന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടവൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലതായിട്ട് തണുത്ത് വരട്ടെ. കാരണം ഇത് തുറന്നിരിക്കുവാണെങ്കിൽ കാറ്റ് കയറ്റ് മുൾഭാഗമെല്ലാം അങ്ങ് നല്ല ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ടവലുകൊണ്ട് മൂടിയിട്ടേക്കുന്നത് കേട്ടോ. നല്ലതായിട്ട് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം.
കേക്ക് ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ സൈഡ് ഭാഗത്തൊന്നും ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാഞ്ഞത് കൊണ്ട് തന്നെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ഒട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പിച്ചാത്തി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ വെച്ചൊന്ന് കൊടുത്താൽ മാത്രം മതി. അത് എളുപ്പത്തിൽ ഇതങ്ങ് ഇളകി വരും കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റ് വെച്ച് കമത്തി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കമത്തി ഇട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ കേക്ക് അങ്ങ് താഴോട്ടങ്ങ് വരും, പെട്ടെന്ന് ഇളകി വരും കേട്ടോ. ഇനി നമുക്കിതിലെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. കണ്ടില്ലേ, അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ തുറന്ന് നോക്കിയോണ്ട് പൊങ്ങി വന്നത് ഒന്ന് താന്നു പോയി. നല്ല സോഫ്റ്റുമാണ് കേക്ക് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റാണ്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാമേ. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം കേക്ക് ഉണ്ടാക്കിയ അന്ന് നമ്മൾ കഴിക്കരുത്. സത്യത്തിൽ 2 ദിവസം കഴിഞ്ഞ് വേണം പ്ലം കേക്ക് കഴിക്കുക, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളതിൻ്റെ അകഭാഗമെല്ലാം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അന്നേരം കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം കൂടെ കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ, നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി ലോങ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ട് ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയാം. കണ്ടില്ലേ, ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സോഫ്റ്റായിട്ടായി കേക്ക് ഇരിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അന്നേരം നമുക്ക് കഴിക്കുമ്പോൾ ഇതിൽ കുറച്ച് കയ്പ്പായിട്ട്, കുറച്ച് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നേ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പിറ്റേ ദിവസം കഴിക്കുമ്പോഴും അത് കഴിഞ്ഞ് 2 ദിവസം കഴിക്കുമ്പോഴുമാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. നമുക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ള ഫോട്ടോയാണ്. കണ്ടില്ലേ പ്ലം കേക്ക് എന്ത് പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നതെന്ന്. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.